കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ PM ശ്രീ നടപ്പാക്കാൻ ഉറച്ച UDF സർക്കാരിനെതിരെ വിമർശനമുയർത്തി സമസ്ത നേതൃത്വം. പദ്ധതി റദ്ദാക്കാത്തത് എന്തുകൊണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മറുപടി നൽകണമെന്ന പ്രതികരണവുമായി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. PM ശ്രീ പദ്ധതി നടപ്പിലാക്കില്ലെന്ന് കേന്ദ്രത്തിനെ അറിയിച്ച രേഖകൾ പുറത്തുവിട്ട് മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. PM ശ്രീ ഫണ്ട് വാങ്ങിയത് തെളിയിക്കാൻ മുഖ്യമന്ത്രി VD സതീശനെ വെല്ലുവിളിച്ച് മുൻ മന്ത്രി V ശിവൻകുട്ടി. വിവാദമണയാതെ PM ശ്രീ പദ്ധതി. തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രഖ്യാപിച്ചതിൽ നിന്നും വിരുദ്ധമായി PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള VD സതീശൻ സർക്കാരിന്റെ തീരുമാനത്തെ വിമർശിച്ച് സമസ്ത നേതൃത്വം രംഗത്ത്. മുഖ്യമന്ത്രി VD സതീശൻ കൈക്കൊണ്ട തീരുമാനത്തിൽ കടുത്ത പ്രതിഷേധമാണ് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉയർത്തിയത്. അധികാരത്തിലെത്തിയാൽ പദ്ധതി റദ്ദാക്കുമെന്ന ഉറപ്പാണ് VD സതീശൻ നൽകിയത്. എന്നാൽ ഇപ്പോൾ പറയുന്നത് PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സർക്കാർ തീരുമാനിച്ചുവെന്നാണ്. എന്തുകൊണ്ടാണ് ഈ പദ്ധതി റദ്ദാക്കുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും സമസ്ത അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ UDFനെ വലിയ തോതിൽ പിന്തുണച്ച സമസ്ത നേതൃത്വം ഈ വിധത്തിൽ പ്രതികരിക്കുന്നത് VD സതീശൻ സർക്കാരിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. PM ശ്രീ പദ്ധതിയിൽ മുൻ സർക്കാർ പണം വാങ്ങിയെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ പ്രതികരിച്ചിരുന്നത്. എന്നാൽ ഈ വാദം ശരിയല്ലെന്ന് കാണിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം രംഗത്ത് വന്നിട്ടുണ്ട്. കേരളത്തിന് കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചത് PM ശ്രീ ഫണ്ടല്ല, SSK ഫണ്ടാണെന്നായിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വിശദീകരണം. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പിട്ടുവെങ്കിലും പിന്നീട് അത് മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു. അങ്ങനെയൊരു കത്ത് നൽകിയിട്ടില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം. എന്നാൽ LDF സർക്കാർ 2025 നവംബർ 12 അയച്ച കത്ത് മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പുറത്തുവിട്ടതോടെ മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. PM ശ്രീയിൽ ഉൾപ്പെടുത്തി LDF സർക്കാർ പണം വാങ്ങിയെന്ന മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ തെറ്റാണെന്ന് രേഖകൾ തെളിയിക്കുന്നു. 2025 നവംബർ 4 കേന്ദ്രം അനുവദിച്ച 92.41 കോടി രൂപ PM ശ്രീ ഫണ്ട് ആണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ ഇത് വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് നിർബന്ധമായി നൽകേണ്ട ഫണ്ടാണ്. യൂണിഫോം, പാഠപുസ്തകം എന്നിവയ്ക്കായി കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങൾക്ക് നിർബന്ധമായി നൽകേണ്ടുന്ന തുകയാണ്. ഈ ഫണ്ട് പോരെന്നും വിദ്യാർത്ഥികൾക്കായി കൂടുതൽ തുക അനുവദിക്കണമെന്നും മുൻ സർക്കാർ ആവശ്യപ്പെട്ടു. തുടർന്നാണ് കേരളത്തിന് അവകാശപ്പെട്ട ബാക്കി തുകയായ 106.58 കോടി രൂപ കൂടി അനുവദിച്ചത്. ഇത് സർക്കാർ വിദ്യാഭ്യാസ അക്കൗണ്ടിൽ വൈകാതെ എത്തും. ഈ തുകയാണ് PM ശ്രീ തുകയെന്നും UDF സർക്കാർ വിശേഷിപ്പിച്ചത്. ഇത് തെറ്റാണെന്ന് രേഖകൾ ഉയർത്തിയാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വിമർശിച്ചത്. കേന്ദ്രം അനുവദിച്ച 99 കോടി രൂപ PM ശ്രീ പദ്ധതിയുടെ ഭാഗമല്ല, മറിച്ച് സമഗ്ര ശിക്ഷാ അഭിയാൻ ഫണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. കോടതിയെ സമീപിക്കുമെന്ന നിലപാട് എടുത്തതിന് ശേഷമാണ് ഈ തുക അനുവദിച്ചത്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിനായി സ്കൂളുകളുടെ പട്ടികയും LDF സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നില്ല. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഒന്നും നടപ്പിലാക്കിയിട്ടുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ യാതൊരു തടസ്സവുമില്ല. BJPയുമായി ചേർന്ന് പോകാനാണ് താൽപര്യമെങ്കിൽ സർക്കാരിന് പദ്ധതിയുമായി മുന്നോട്ടു പോകാമെന്നും ശിവൻകുട്ടി പരിഹസിച്ചു. പദ്ധതിയുടെ ഭാഗമാകില്ലെന്ന് കാട്ടി കഴിഞ്ഞ സർക്കാർ കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു. കൂടാതെ നടപടികൾ മരവിപ്പിക്കാൻ ആവശ്യപ്പെട്ട് മന്ത്രിസഭയുടെ തീരുമാനം ഉൾപ്പെടെയുള്ള രേഖകളും നിലവിലുണ്ട്. മുഖ്യമന്ത്രി കാര്യം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. തെറ്റായ പ്രചാരണങ്ങളിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നുമാണ് V ശിവൻകുട്ടി തുറന്നടിച്ചത്. PM ശ്രീയുടെ പേരിൽ ഒരു ഫണ്ടും പിണറായി സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് കൈപ്പറ്റിയിട്ടില്ലെന്നും മറ്റുള്ള പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തുറന്നടിച്ച ശിവൻകുട്ടി 1 രൂപയെങ്കിലും PM ശ്രീ ഫണ്ടിൽ നിന്നും കൈപ്പറ്റിയതായി തെളിയിക്കാൻ മുഖ്യമന്ത്രി VD സതീശനെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇതോടെ PM ശ്രീ ഫണ്ട് തർക്കം UDFും LDFും തമ്മിലുള്ള തുറന്ന പോരാട്ടമായി മാറിയിരിക്കുകയാണ്.